ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ വരുൺ വിനോദിനിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് എത്ര തടഞ്ഞിട്ടൊന്നും ആരും കേൾക്കുന്നില്ല, ഭയങ്കര അടി. അപ്പോൾ നമ്മുടെ വിനോദിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. വിനോദം അടിച്ചിട്ടൊന്നും വരുൺ തിരിച്ചടിക്കാതെ വിടുന്നുമില്ല. എടാ വേണ്ട വേണ്ട എന്നാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പറയാ. അപ്പോഴും ഏട്ട മാറി നിൽക്ക്, ഇവനെ ഞാൻ കൊല്ലും, എൻ്റെ അനിയത്തി ഈ അവസ്ഥയിലാക്കിയവനവൻ, അവനെ വെറുതെ വിടാൻ എനിക്ക് പറ്റില്ല ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അടിയോടടി, ഭയങ്കര അടി. അപ്പോഴേക്കും വിനോദിന് ദേഷ്യം വന്നു. വിനോദും നമ്മുടെ വരുണിനിട്ട് ഒടുക്കത്തടി അടിക്കുക. ഈ സമയം വിനോദ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭദ്രൻ അത് കാണുക. എടാ വരുണേ, നീ എൻ്റെ ചെറുക്കനെ തല്ലുവല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് വിനോദിനെ തിരിച്ചിട്ടടിക്കുന്ന വരുണിൻ്റെ തലക്കിട്ട് ഫ്ലവർ വേസ് കൊണ്ട് ഒരു ഒറ്റ അടി ഭദ്രൻ അടി കൊണ്ടതും വരുൺ അയ്യോ എൻ്റെ തല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വീഴുക. ആ സമയം മാറി നിൽക്കങ്ങോട്ട്, എല്ലാവരും മാറി നിൽക്ക്, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഈ സമയത്ത് പ്രിയയ്ക്ക് എന്താണ് ആവശ്യമെന്ന് എനിക്ക് മനസ്സിലായി. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ അവളെ കൊണ്ടുപോവുക. ഇനി എനിക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഭദ്രൻ, എടി എൻ്റെ മോനെ തല്ലിച്ചതയ്ക്കാൻ വേണ്ടിയാണോടി നീ അവനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്? അത് കേട്ടത് അയ്യോ അച്ഛ അങ്ങനെയല്ല കാര്യങ്ങൾ. അപ്പോൾ വിനോദ്, വേണ്ട ചേച്ചി ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട, എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഞാൻ കൊണ്ടുപോവുക, ആര് തടയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നോക്കുമ്പോഴേക്കും ഭദ്രൻ, എടാ തളർന്ന് കിടക്കുന്ന പ്രിയയെ നമുക്കെന്തിനാടാ, നീ ആ കുഞ്ഞിനെ ഇങ്ങ് എടുത്തോണ്ട് വാ, വീരഭദ്രൻ എന്ന് പേരിട്ട് നമുക്കവനെ വളർത്താടാ എന്നും പറയാ. അച്ഛൻ ഇതിൽ അഭിപ്രായം പറയണ്ട, ഇത് എൻ്റെ കുടുംബകാര്യാണ്, എൻ്റെ ഭാര്യയും കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് പോകുമ്പോഴേക്കും നമ്മുടെ വരുൺ, എടാ നീ അത്രയ്ക്കായോ, എന്നാ നിന്നെ ഇന്ന് ഞാൻ വെട്ടുവിടാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വിനോദിനെ ചവിട്ടി താഴെ ഇടുക. അപ്പോഴേക്കും ഗീതു, വരുണെ ഒന്ന് മാറി നിൽക്ക്, എൻ്റെ അനിയനെ അടിക്കരുത്. അപ്പോൾ രാധിക, നീ മാറി നിൽക്കടി, അവരാണുങ്ങൾ തമ്മിൽ തല്ലി തീർത്തോളും, നിനക്കെന്താ അതിൻ്റെ ഇടയിൽ കാര്യം? എൻ്റെ രാധികാമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഇതൊരു പ്ലാനാണ്, പ്രിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു പ്ലാൻ. എന്ത് പ്ലാൻ ആയാലും എനിക്ക് ഇവൻ ഇവിടെ വരുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് നിൻ്റെ അനിയനിന്ന് ചാകും, അത് ഉറപ്പാ. എന്നാൽ നിങ്ങൾ വിവരം അറിയും എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര അടി നടക്കുക. ഈ സമയത്ത് ഭദ്രൻ, അത്രയ്ക്കായോ, എന്നാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ പ്രിയയുടെ മുറിയിലേക്ക് പോവുക. പ്രിയയുടെ മുറി ചെന്നിട്ട് ഭദ്രൻ പ്രിയയുടെ അടുത്ത്, മോളെ പ്രിയേ, ഇവനെ ഞാൻ അങ്ങ് കൊണ്ടുപോവുക എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുക്കാനായിട്ട് തൊട്ടിലിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇത് കൈയിട്ട് ഇങ്ങനെ കുഞ്ഞിനെ എടുക്കാൻ പോകുന്ന സമയത്ത് പ്രിയയ്ക്ക് ഏതോ ഒരു കാട്ടുകള്ളനെ പോലെയാണ് ഭദ്രനെ നോക്കുമ്പോൾ തോന്നിയത്. പ്രിയയ്ക്ക് പേടിയായി, തൻ്റെ കുഞ്ഞിനെ ഭദ്രൻ തട്ടിക്കൊണ്ട് പോകുമെന്നുള്ള ടെൻഷൻ. പ്രിയ ഇങ്ങനെ ഭദ്രനെ തുറിച്ചു നോക്കി, പേടിച്ചു നോക്കി. എന്നിട്ടൊന്നും ഭദ്രൻ പേടിക്കുന്ന ലക്ഷണമില്ല. അപ്പോഴും ഭദ്രൻ, ഞാൻ ഈ കുഞ്ഞിനെ എടുക്കുവാണേ എന്നും പറഞ്ഞുകൊണ്ട് കൈ ഇങ്ങനെ എടുക്കാനായിട്ട് പോകുമ്പോഴേക്കും പ്രിയ ഏട്ടാ എന്നും പറഞ്ഞ് ഒച്ചത്തിൽ വിളിക്കുക. ആ വിളി കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി. ഒച്ചത്തിൽ വീണ്ടും വീണ്ടും പ്രിയ വിളിച്ചു. ഗോവിന്ദേട്ടാ, ഇതേ പ്രിയയുടെ ശബ്ദം, പ്രിയ വിളിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വിനോദും നമ്മുടെ വരുണും ഒക്കെ പറയുകയാണ്. അപ്പോൾ ഗീതവും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക. ഈ സമയം വരുൺ, വിടില്ലടാ നിന്നെ ഞാൻ, എടാ പന്നി നിന്നെ ഞാൻ വിടില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കുക. അപ്പോഴേക്കും വീണ്ടും വീണ്ടും ഒച്ചത്തിൽ വിളിക്കുന്നത് കേട്ടത് ഗീതു, എടാ വിനോദേ വാടാ ഇങ്ങോട്ട്, പ്രിയ നിന്നെ വിളിക്കുന്നടാ, വാ എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ അകത്തേക്ക് ഓടി ചെല്ലുക. മോളെ പ്രിയേ എന്നും പറഞ്ഞ് ഗോവിന്ദ് പ്രിയയുടെ അടുത്ത് ചെന്നിരുന്നു. എന്നിട്ട് പ്രിയയുടെ നെറ്റിൽ ഉമ്മയൊക്കെ കൊടുത്തു. അപ്പോൾ ഗീതു അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ അവരിങ്ങനെ നിൽക്കുക. ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അയ്യപ്പൻ നായരൊക്കെ നിൽക്കുക. അപ്പോൾ വിനോദ്, എടാ വിനോദേ, കാര്യമൊന്നൊക്കെ ശരി തന്നെ, എനിക്ക് നിന്നോട് ദേഷ്യമാണ്, പക്ഷേ എൻ്റെ പ്രിയമോളെ ജീവന തുല്യം സ്നേഹിക്കുന്ന നീ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാടാ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാടാ എന്നും പറഞ്ഞുകൊണ്ട് വിനോദിനെ ചേർത്ത് പിടിക്കണം. അപ്പോൾ വിനോദിനെ നോക്കി പ്രിയ ചിരിക്കുക. ഈ സമയം നമ്മുടെ ഗോവിന്ദ്, കുഞ്ഞിനെ ആരും ഒന്നും ചെയ്യില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയയെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം രാധികയും വരുണും കൂടെ അങ്ങോട്ട് കയറി വരിക. വരുണിൻ്റെ കയ്യിൽ വലിയ വാക്കത്തി ഉണ്ടായിരുന്നു. എടാ നിന്നെ ഞാൻ കൊല്ലും, ഉറപ്പായിട്ടും കൊല്ലും, നീ ഇനി ഈ വീട്ടിൽ കാല് കുത്താൻ പാടില്ല, അതിനു വേണ്ടി നിന്നെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഗീതുവും ഭയങ്കര ചിരി. ഗീതുവിൻ്റെ ചിരി കണ്ട് അയ്യപ്പൻ നായരും ഗോവിന്ദും ഒക്കെ ചിരിക്കുക. അപ്പോൾ വരുൺ പാക്കത്ത് താഴെ ഇട്ടു. ഇതെന്താ, എന്തിനെങ്ങനെ ചിരിക്കുന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം രാധിക, എന്താ ഇവിടെ ആരെങ്കിലും പൊട്ടം കളിക്കുന്നുണ്ടോ ഇങ്ങനെ ഇരുന്ന് ചിരിക്കാൻ? എൻ്റെ രാധികാമ്മേ, ഇതൊരു നാടകം കളിയായിരുന്നു, പ്രിയയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പ്രിയയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കാനും ഉള്ള ഒരു നാടകം കളി. അതറിയാതെ വെറുതെ ഇങ്ങനെ തുള്ളുന്നത് എന്തിനാ എന്നൊക്കെ പറയണം. അത് കേട്ടതും
എല്ലാവരും ചിരി നിർത്തിയിട്ട് അപ്പോൾ ഗോവിന്ദ് എന്നാ പിന്നെ ഗീതു എല്ലാ കാര്യങ്ങളും ഒരുക്കിയതല്ലേ, അതുകൊണ്ട് കുഞ്ഞിൻ്റെ ചവിട്ടിൽ പേര് വിളിച്ചിട്ട് പിരിയാം എന്നും പറയാണ്. ഈ സമയം എടാ വിനോദേ, കുഞ്ഞിൻ്റെ ചവിട്ടി പേര് വിളിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും എന്നിട്ട് പേര് വിളിക്കാൻ പോകുമ്പോഴേക്കും ഭദ്രൻ വിളിക്കടാ മോനെ, വീരഭദ്ര എന്ന് വിളിക്കടാ. അത് കേട്ടതും വിനോദ് ഒന്ന് പോച്ചാ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ ചെവിട്ടിൽ മാധവ് 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 എന്ന് 3 പ്രാവശ്യം വിളിക്കുക. അത് കേട്ടതും ഗോവിന്ദനും ഗീതുവിനും പ്രിയയ്ക്കും അയ്യപ്പേട്ടനും രാധികയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷത്തോടു കൂടെ തന്നെ അവരെല്ലാവരും വിനോദിനെ നോക്കുക. ഈ സമയം ഗോവിന്ദ് കുഞ്ഞിനെ മേടിച്ചു. എന്നിട്ട് മാധവ്, എൻ്റെ മനസ്സിൽ ഞാനൊരു 1000 വട്ടം വിളിച്ച പേര്, ഈ പേര് ഞാൻ മനസ്സിൽ വിളിച്ചപ്പോൾ വിനോദ് അവൻ കുഞ്ഞിൻ്റെ ചെവിട്ടിൽ വിളിച്ചത് അച്ഛൻ്റെ ആത്മാവ് വന്ന് നേരിട്ട് പറഞ്ഞതുകൊണ്ടാണ്. സന്തോഷമായി വിനോദെ, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് വിനോദിനെ ചേർത്ത് പിടിക്കുക ഗോവിന്ദ്. ഈ സമയം വിനോദ് ഗീതുവിനെ നോക്കി, ഗീതു വിനോദിനെ നോക്കി. രണ്ടുപേരുടെയും പ്ലാനാണത്. അതെ, മുത്തശ്ശൻ്റെ പേര് തന്നെ കുഞ്ഞിനിടണമെന്ന് ചിലപ്പോൾ ഗീതു ആയിരിക്കാം വിനോദിനോട് പറഞ്ഞത്. ഈ സമയം പ്രിയയും സന്തോഷത്തോടെ ചിരിക്കുക. ഇതേ സമയം പിന്നീട് കുഞ്ഞേ ഗോവിന്ദേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതാ അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് സംസാരിക്കാം, എന്നെ കാണാതെ പോകരുത്. ശരി മോനെ. അപ്പോഴേക്കും രാധികാമ്മ ഭദ്ര ഒന്ന് വന്നേ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് താഴേക്ക് പോവുക. അപ്പോഴേക്കും ഗീതുവും ഗോവിന്ദും അതെ ഗീതു വാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ വിളിച്ച് ഗോവിന്ദ് അങ്ങ് പോവാണ്. അപ്പോൾ വിനോദും പ്രിയ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം താഴെ എൻ്റെ ഭദ്ര, താൻ ഈ കാര്യങ്ങളൊക്കെ ഗോവിന്ദനെ അറിയിച്ച പിന്നെ എനിക്ക് അറയ്ക്കൽ തറവാട്ടിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് താനിപ്പോൾ ഒന്നും പറയരുത്. രാധികാമ്മേ, നിങ്ങൾ എന്നെ പറ്റിക്കാൻ നോക്കുകയാണെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറയാം, എന്നെ പറ്റിക്കാൻ നിങ്ങൾക്കാകില്ല. കാരണം എനിക്ക് പൈസ കിട്ടിയിരിക്കണം. 10 കോടി രൂപ എനിക്ക് തന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും മരുമോനോട് ഞാൻ എല്ലാ കാര്യവും അങ്ങ് പറയും. അത് കേട്ടതും എൻ്റെ ഭദ്ര, താനിങ്ങനെ വാശി പിടിക്കില്ലേ, ഞാൻ തരാം. ബാങ്കിൽ നിന്ന് പോയാലൊന്നും 10 കോടി രൂപ കിട്ടില്ല. ഇനി ബാങ്കിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറ്റിക്കപ്പെടില്ല. എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ. പൈസ ഞാൻ തരാം, ഇന്ന് രാത്രി തന്നെ തരാം എന്നും പറയണം. അത് കേട്ടതും ഉറപ്പായിട്ടും തരാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വരുൺ, അമ്മ എന്തിന് ഇയാളെ പേടിച്ച് പൈസ കൊടുക്കാന്നൊക്കെ പറയുന്നേ, ഇവനെ പേടിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടും. അത് കേട്ടത് നീ മിണ്ടായിരിക്കും വരുൺ, ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയണം. അത് കേട്ടതും നമ്മുടെ ഭദ്രൻ ശരി, എന്നാൽ പിന്നെ കാശ് തരുവാണെങ്കിൽ ഞാനൊന്നും പറയില്ല, ഇനി എപ്പോൾ തരും? ഇന്ന് രാത്രി തന്നെ തരും എന്നും. രാധിക രാത്രി തന്നെ തരുമോ? അതെ, രാത്രി തന്നെ 10 കോടി രൂപ ഞാൻ ഭദ്രൻ്റെ കയ്യിൽ തന്നിരിക്കും. സത്യമാണോ രാധികമ്മ പറയുന്നത്? സത്യമാണ്. ഞങ്ങളുടെ പഴയ വീട്ടിലേക്ക് വരണം. ഇന്ന് രാത്രി ആരും അറിയാതെ പൈസ ഞാൻ തൻ്റെ കൈകളിൽ ഏൽപ്പിച്ചേക്കാം എന്നും. അത് കേട്ടതും നമ്മുടെ ഭദ്രൻ ആകെ സന്തോഷത്തോടെ രാധികയെ നോക്കുക. എനിക്ക് മനസ്സിലായി, അന്ന് മാധവ മുതലാളി നിങ്ങളെയും ഈ വരുൺ ഇത്രയും പ്രായമുള്ളപ്പോൾ നിർത്തി ആ വീടല്ലേ, ഒളിപ്പിച്ച് താമസിച്ച വീട്, അതെ അവിടെ തന്നെ അങ്ങോട്ടേക്ക് വന്നാൽ മതി. അപ്പോൾ ഗീതുവും ഗോവിന്ദും മുകളിൽ നിന്ന് കാണുക. ഗീതു, അമ്മ എന്തൊക്കെയോ നിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, അവർക്ക് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, അതെന്താണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതെ കണ്ണേട്ട, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റില്ല, ഞാൻ താഴേക്ക് പോവുക എന്ന് പറയണം. എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് മുകളിൽ നിന്ന് നോക്കുന്ന ഗീതു താഴേക്ക് ചെല്ലുക, ഒളിച്ചു നിന്ന് കാണാൻ. ഈ സമയം ഭദ്രനോട് രാധിക, ഇനി താൻ ഗോവിന്ദനെ കാണണ്ട. അത് ശരിയാ, നിങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി മരുമോനെ കാണുന്നില്ല. ഞാൻ അകത്തേക്ക് പോയാൽ എന്താ പറയാനുള്ളതെന്ന് അവൻ ചോദിക്കും. അതുകൊണ്ട് ഞാൻ പോവുക. പിന്നെ പോകുമ്പോൾ ഓർമ്മ വേണം, ഇന്ന് രാത്രി ഉറപ്പായിട്ടും ഞാൻ അവിടെ ഉണ്ടാവും. ശരി ഭദ്ര, ഞങ്ങളും വരാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതു, ഇവർ സംസാരിക്കുന്നൊന്നും ഫോൺ കട്ട് ചെയ്യല്ല, ഭദ്രം പോവാണ്. അപ്പോഴേക്കും രാധികയ്ക്ക് ഫോൺ വരിക, അനാർക്കലിയെ വിളിക്കുന്നത്. അപ്പോൾ രാധിക, ഇനിയിപ്പോൾ ഇവളെ എന്ത് പറഞ്ഞു ഒതുക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം ഗീതു, ഇവരെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അപ്പോഴേക്കും രാധിക ഫോൺ എടുത്തു. ഹലോ, എന്തായ രാധിക കാര്യങ്ങളൊക്കെ? പൈസ എപ്പോൾ തരും? ഇതെന്താ നീയും ഭദ്രനും കൂടെ ചേർന്ന് എന്നോട് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എനിക്കിത് വല്ലാത്ത സങ്കടമുള്ള കാര്യമാണ്. ഇങ്ങനെ എന്നോട് പൈസ ചോദിച്ച് എന്നെ നിങ്ങൾ ഇതാക്കരുത്. അത് കേട്ടതും എനിക്ക് പൈസ വേണം, നീയും ഭദ്രനും കൂടി ഉള്ളത്, എനിക്ക് ഭദ്രൻ്റെ കാര്യമൊന്നും കേൾക്കുകയും വേണ്ട എന്നും. അനാർക്കലി, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പൈസ ചോദിച്ച് എന്നെ ആകെ മൊത്തത്തിൽ ഇങ്ങനെ ആക്കുവാണോ?
ദേ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് നിങ്ങൾക്ക് പൈസ തരാൻ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. അത് കേട്ടതും നിൻ്റെ കയ്യിൽ പണമോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. എനിക്ക് പൈസ കിട്ടിയിരിക്കണം രാധികയെ, ഇല്ലെങ്കിൽ ഈ അനാർക്കലി ആരാണെന്ന് നിനക്കറിയും. ഞാനേ അങ്ങോട്ടൊരു വരവ് വരും, ഗോവിന്ദൻ്റെ മുഖത്ത് നോക്കി എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ, ഗോവിന്ദനോട് എല്ലാം പറയാൻ. അത് കേട്ടതും രാധിക ഞെട്ടി. ഈശ്വര, ഇവളെല്ലാം പറഞ്ഞു കൊടുക്കുമെന്നാണല്ലോ തോന്നുന്നത്. എന്താ രാധിക നീ ഒന്നും മിണ്ടാത്തത്? 10 കോടി എനിക്ക് എപ്പോൾ തരും? ഭദ്രൻ നിന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകേട്. നിന്റെ വായിൽ നിന്ന് വന്നതല്ല. നീ ഭദ്രനോടെല്ലാം തുറന്നു പറഞ്ഞത് നീ ചെയ്ത തെറ്റ്. അതിലെനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ടെൻഷനായിട്ട് രാധിക ഇങ്ങനെ നിൽക്കതെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വരും. എന്നാ പാടി നീ വന്നിട്ട് പോ, അതായിരിക്കും നല്ലത്. പിന്നെ വരുമ്പോഴേ നീ ഗോവിന്ദനോടെല്ലാം പറയേണ്ട രീതിയിൽ വേണം വരാൻ. നീ അങ്ങനെ പറഞ്ഞാൽ ഗോവിന്ദനെ ഇവിടെ നിന്ന് ഇറക്കി വിടും. അങ്ങനെ ഇറക്കി വിട്ട് കഴിയുമ്പോൾ നീ പിന്നെ എന്നോട് പൈസ ചോദിക്കില്ലല്ലോ, നമുക്ക് ഒരുമിച്ച് പിച്ചച്ചട്ടി എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് രാധിക ദേഷ്യപ്പെടുക. എന്നിട്ട് രാധിക ഫോൺ കട്ട് ചെയ്തു. അപ്പം അനാർക്കലി, ഇവളിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, രാധികയെ ഭീഷണിപ്പെടുത്തി നിർത്തിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാധിക ഇങ്ങനെ അനാർക്കലി ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം ഗീതു, അവരെന്താ പറഞ്ഞതെന്ന് ഒന്നും മനസ്സിലായില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നേരെ മുകളിലേക്ക് പോവുക. കണ്ണേട്ടാ, അവരെന്താ സംസാരിച്ചെന്ന് പോലും മനസ്സിലായില്ല. പിന്നെ നീ എന്തിനാ അവിടെ പോയി നിന്നേ എന്നൊക്കെ ചോദിച്ച് ഗോവിന്ദ് കളിയാക്കുവാണ്. ഈ സമയം പിന്നീട് വരുൺ ചോദിക്കുക, എന്താ അമ്മ ഇത്? അമ്മ എന്തിനാ അവനെ ഇങ്ങനെ പേടിക്കുന്നേ? ദേ, അവനെ മാത്രമല്ല ഭദ്രനെ പേടിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ലമ്മേ. ഭദ്രൻ എന്തൊക്കെ ചെയ്താലും നമ്മൾ അതെല്ലാം കണ്ട് പേടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് അവന് അതൊരു തരമായി പോകുന്നത്. അമ്മ ഇങ്ങനെ അവനെ പേടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ടെൻഷനാവുക. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല വരുൺ. പക്ഷേ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം 10 കോടി രൂപ ഭദ്രന് ഞാൻ കൊടുക്കും. എൻ്റെ അമ്മ എന്താ കളി പറയുവാണോ? 10 രൂപ കൊടുക്കുന്നത് പോലെയാണല്ലോ അമ്മ പറയുന്നത് 10 കോടി രൂപ കൊടുക്കുമെന്ന്. അത് പക്ഷേ അമ്മ എങ്ങനെ കൊടുക്കും? 10 കോടി രൂപ അമ്മയ്ക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? അത് കേട്ടതും, അതൊക്കെ ഞാൻ കൊടുക്കും. ഇന്ന് രാത്രി നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ 10 കോടി രൂപയുമായി ഞാൻ പോകും. ഈ 10 കോടി രൂപ എവിടെ നിന്ന് ഉണ്ടാക്കും? 10 കോടി രൂപ ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ നിനക്ക് പറഞ്ഞുതരാം. 10 കോടി രൂപയുടെ പേപ്പർ കെട്ടുകളിലും മുകളിലത്തെ പേപ്പർ മാത്രമായിരിക്കും ഒറിജിനൽ നോട്ട്, ബാക്കിയുള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. അത് കേട്ടതും, എൻ്റെ അമ്മേ, അവനൊരു പെരുങ്കള്ളനാ, പഠിച്ച കള്ളൻ. പണത്തിനെക്കുറിച്ച് അവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് അമ്മ കള്ളനോട്ട് കൊടുത്താലും അവൻ തിരിച്ചറിയും. അങ്ങനെ അവൻ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ മൊബൈലിലുള്ള എല്ലാ രഹസ്യങ്ങളും നമ്മൾ നശിപ്പിച്ചിരിക്കും. അങ്ങനെ നശിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് പേടിക്കേണ്ടല്ലോ. പിന്നെ അവൻ പൈസയും കൊണ്ട് പോകാതിരിക്കെ എന്ത് വേണേലും ചെയ്തോട്ടെ, അതിൽ നമുക്ക് ഒരു ടെൻഷനുമില്ല. അത് കേട്ടതും, പക്ഷേ അതൊരു വലിയ ഇതല്ലേ? എന്തൊക്കെ സംഭവിച്ചാലും നമ്മളിങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത് ശരിയല്ല. ദേ അമ്മ കളിക്കരുത്. ഭദ്രൻ്റെ സ്വഭാവം അറിയാലോ. അമ്മ കള്ളനോട്ട് എങ്ങനെ കൊടുത്തു എന്നറിഞ്ഞാൽ അപ്പം തന്നെ അയാളെല്ലാം ഗോവിന്ദേട്ടനോട് പറയും. എനിക്ക് പേടിയില്ല വരുൺ. അവൻ ഗോവിന്ദനോടെല്ലാം പറയുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ കയ്യിലിരിക്കുന്ന തെളിവുകൾ ഒക്കെ നമ്മൾ നശിപ്പിക്കും. നമുക്ക് എന്താ വേണ്ടത്? തെളിവുകൾ നശിപ്പിക്കുക. തെളിവുകൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും പിന്നെ പറയാൻ ആരും വരില്ലല്ലോ. ഭദ്രനെ ഭീഷണിപ്പെടുത്തില്ല. പിന്നെ അനാർക്കലിയുടെ ഭീഷണി, ഭദ്രൻ്റെ ഭീഷണി അവസാനിപ്പിച്ചതുപോലെ തന്നെ അനാർക്കലിയുടെ ഭീഷണിയും അവസാനിപ്പിക്കണം. അതിനുള്ള വഴികളാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത്. ഗോവിന്ദനോട് ഭദ്രനെല്ലാം തുറന്നു പറയുന്നതിന് മുമ്പ് കയ്യിൽ പണം വെച്ച് കൊടുത്ത് എല്ലാ തെളിവുകളും അവൻ്റെ കയ്യിൽ നിന്നും നശിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈസി ആയിട്ട് സമാധാനമായിട്ട് നടക്കാം. അതിനു വേണ്ടി തന്നെയാണ് ഇന്ന് രാത്രി ഞാൻ പ്ലാൻ ഇടുന്നത്. ഇന്ന് രാത്രി നമ്മൾ 2 പേരും ഭദ്രനെ കാണാൻ പോകുന്നു. അവന് കള്ളനോട്ടുകൾ നിറച്ച ആ പെട്ടി അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. പെട്ടി മേടിച്ച് 10 കോടി കിട്ടിയ സന്തോഷത്തിൽ ഭദ്രൻ അത് തുറന്നു നോക്കുന്നു. മുകളിലത്തെ നോട്ടുകൾ മാത്രമേ ഭദ്രൻ നോക്കൂ. എല്ലാം ഒന്നും അവൻ ചെക്ക് ചെയ്യില്ല. അതുകൊണ്ട് ഒറിജിനൽ നോട്ട് കണ്ട് അവൻ സന്തോഷത്താൽ മറക്കുമ്പോൾ പിന്നെ ചെയ്യേണ്ടത് തെളിവുകൾ നശിപ്പിക്കുക. തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളത് മാത്രം. അത് കേട്ടത് വരുണിന് കാര്യം പിടികിട്ടിയില്ല. കാരണം രാധിക പറയുന്നത് ഭദ്രനെ കൊല്ലും എന്നാണ്. പക്ഷേ അത് മനസ്സിലാക്കാതെ വരുൺ ഭദ്രനോട് എന്തോ പ്രതികാരം ചെയ്യാൻ പോകുന്നത് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം രാധിക, ഒരുപാടായി എന്നെ ഭീഷണിപ്പെടുത്തുന്നു. എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നേ? രാധികയും ഭദ്രനും കൂടെ ചേർന്ന് എന്നോട് ചെയ്യുന്ന ഒരു കാര്യവും എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ്. അങ്ങനെയുള്ളപ്പോൾ അവൻ ചെയ്തു കൂട്ടുന്നതിനൊക്കെ തിരിച്ചടിയായിട്ട് അവൻ ഇതല്ലാതെ വേറൊരു ശിക്ഷയും കൊടുക്കാനില്ല വരുൺ. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഭദ്രൻ്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം നമ്മൾ നശിപ്പിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ്
അവസാനിക്കുകയാണ്. അതേ പ്രേക്ഷകരെ കാത്തിരിക്കുക. ഇവിടെ രാധിക വലിയൊരു പ്ലാൻ തന്നെ ഒരുക്കുകയാണ് ഭദ്രനെ കൊല്ലാനായിട്ട്. അതെ, പ്രിയയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ദുഷ്ടനാണെങ്കിലും ഭദ്രനും ഒരു കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭദ്രൻ എന്തായാലും സംഭവിച്ച ഗോവിന്ദൻ അത് സഹിക്കാൻ പറ്റും എന്നൊക്കെ ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്നാണ്. ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ വരുന്ന വഴിക്ക് പ്രിയ കരയുന്നതൊക്കെ ഓർത്ത് നമ്മുടെ ഗോവിന്ദ ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുവാണ്. ഈ സമയം രാധികയുടെ വലിയൊരു കെണിയിൽ പോയി ഭദ്രൻ വീണിരിക്കുകയാണ്. ആളൊഴിഞ്ഞ് ആ വീട്ടിൽ പൈസ മേടിക്കാൻ ആഗ്രഹിച്ച് ചെന്ന ഭദ്രന് ആ വൻ ദുരന്തം നടത്താൻ ഒരുങ്ങുകയാണ് രാധികയും വരുണും കൂടെ. എന്തൊക്കെ സംഭവിക്കുന്നു മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്നാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.